റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. തോറ്റാല് തോറ്റു അംഗീകരിക്കാം. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല. ജയിച്ചോനെ MP ആൻ പറ്റുള്ളൂ, ജയിച്ചോനെ MLA ആൻ പറ്റുള്ളൂ. പിന്നെ വെറുതെ അതും ഇതൊക്കെ പറയേണ്ട കാര്യം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കടാ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങളൊരു കാര്യം അയച്ച സഹാക്കളെ, നിങ്ങളെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാൻ മനസ്സിലാക്കി, ഒന്ന് നിങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്. ഒരക്ഷരം പോലും തെറ്റിയില്ല. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. നിങ്ങൾ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ചെറിയ നാട്ടില് 2-3 സഖാക്കളാണ് ബഷീറാക്ക, ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവാണ്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? എന്ത് ചോദിച്ചു, ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യ ഉണ്ടാവുള്ളൂ, പോയി കാണട്ടേന്ന്. ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നണ. മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധ്യായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ. ഒരു കൈവതം നാറ്റുകരുത്. നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ, നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള്, നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര. തോറ്റിട്ട് 15 കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക്, ഒരു സീറ്റ് ലോക്സഭയ്ക്കുള്ള. എന്താ നിങ്ങൾ CPM മനസ്സിലാക്കി? ആ CPI ബുദ്ധി കേൾക്കില്ലല്ലോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. പിന്നെ എനിക്ക് ചോദിക്കട്ടെ CPM ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി, വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങളെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിന് വിചാരിച്ചു ഇയാൾ പാകിസ്ഥാനിലാണ് വന്നതെന്ന് ചോദിച്ച് നാടല്ലാത്ത ഉടുപ്പില്ലാത്ത വർഗ RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഉടുപ്പില്ലാത്ത മലയാളത്തിൽ വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്താ ഉടുപ്പിലൊന്നും ഒന്നുമില്ല സർ, ഉടുപ്പറ മലയാളത്തിൽ ഉണ്ടാക്കി വെച്ച ഭാഷയല്ലേ ഞാൻ ഉണ്ടാക്കിയത്. തെറ്റാ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. സ്പീക്കർ സർ, നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഇതിനൊക്കെ ഒന്ന് ഇടപെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയിലൂടെ തരുന്നത്? പുല്ലുവില പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്ത് പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ എന്തൊക്കെ പറ്റിയത്? ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടോ? മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല.